പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ സമസ്ത കാന്തപുരം വിഭാഗം. ജമാഅത്തെ ഇസ്ലാമി പഴയ ആശയങ്ങൾ ഒഴിവാക്കിയെന്ന വി.ഡി. സതീശന്റെ പരാമർശം ഗൌരവതരമെന്ന് എസ്.വൈ.എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയം നിലനിർത്തിക്കൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുവെന്ന് മാത്രമേയുള്ളൂ. ആശയത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വരുത്തിയാൽ ആദ്യം മുസ്ലിം സംഘടനയായിരിക്കും അവരെ സ്വാഗതം ചെയ്യുമെന്നും റഹ്മത്തുള്ള സഖാഫി എളമരം പ്രതികരിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു കളങ്കിത ആദർശമുള്ള രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു മുന്നണിക്ക് അവരുടെ വോട്ട് വെച്ച് നീട്ടുന്നത് ആ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള സംഗതിയല്ല. അതേസമയത്ത് പ്രതിപക്ഷ നേതാവ് അതിനുശേഷം നടത്തിയ ഒരു പ്രസ്താവനയിൽ ജമാഅത്തെ ഇസ്ലാമി പഴയ ആശയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് വളരെയേറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സംഗതിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് വേണ്ട പോലെ പഠിച്ചിട്ടല്ല ഈ പ്രസ്താവന എന്നാണ് തോന്നുന്നത്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്നല്ലാതെ അവരൊരിക്കലും അവരുടെ ആശയത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ കാന്തപുരം വിഭാഗം കഴിഞ്ഞ കുറച്ചു കാലമായി ഇടതുപക്ഷത്തിനൊപ്പമാണ്. ഇപ്പോൾ ഈ കാന്തപുരം വിഭാഗത്തിൽ സമസ്ത കാന്തപുരം വിഭാഗത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെയുള്ള നിലപാടുമാണ്. പക്ഷേ ഇപ്പോൾ വി.ഡി. സതീശൻ നടത്തിയ പ്രതികരണം, അതിനോടുള്ള മറുപടി, ഇതൊക്കെ നിലമ്പൂരിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക? സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ മാത്രം നിലപാടായി ഇതിനെ കാണണമോ? സ്മൃതി, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF സ്വീകരിച്ചു എന്നതിനപ്പുറത്തേക്ക് വി.ഡി. സതീശൻ നടത്തിയ പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കാന്തപുരം വിഭാഗം ഇത്തരത്തിലൊരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകാൻ വഴിയൊരുക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് മതരാഷ്ട്രവാദം ഉയർത്തിയിരുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു വാദമില്ല എന്നുള്ള നിലപാടായിരുന്നു വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ സ്വീകരിച്ചിരുന്നത്. അഥവാ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു നയമാറ്റം ഉണ്ടായി എന്നുള്ളൊരു പ്രഖ്യാപനമായിരുന്നത്. പക്ഷേ ആ പ്രഖ്യാപനത്തിനെതിരെ ഇപ്പോൾ ഒരു രൂക്ഷ വിമർശനം മുസ്ലിം സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, പ്രത്യേകിച്ച് കാന്തപുരം വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും ഏറ്റുമുട്ടിയിരുന്ന പ്രസ്ഥാനങ്ങളാണ് ഈ സമസ്ത, ഈ AP വിഭാഗമാണെങ്കിലും EK വിഭാഗമാണെങ്കിലും ഒക്കെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ വലിയ തോതിൽ വേദി കെട്ടി പ്രസംഗിച്ചിരുന്ന, അവരെ ഇത്തരത്തിൽ അവരുടെ പാരമ്പര്യം അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആ രീതിയിൽ മുഷാവറ തീരുമാനങ്ങൾ എടുത്ത രണ്ട് പ്രസ്ഥാനങ്ങളാണ്. സ്വാഭാവികമായും അതിൻ്റെ അനുരണങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന അർത്ഥത്തിൽ യാതൊരു സംശയമില്ല. അത്തരമൊരു പ്രസ്താവനത്തെ പ്രധാനമായി ഇപ്പോൾ റഹ്മത്തുള്ള സഖാഫി എളമരം ചൂണ്ടിക്കാണിക്കുന്നതും അത് തന്നെയാണ്. ജമാഅത്ത് ഇസ്ലാമി അടിസ്ഥാനപരമായ ആശയത്തിൽ നിന്ന് മാറിയിട്ടില്ല. ആ ആശയത്തിൽ തന്നെ നിലനിൽക്കെ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വി.ഡി. സതീശൻ്റെ പ്രസ്താവന അത് അങ്ങേയറ്റം ഗൗരവമാണ് എന്നുള്ള ഒരു വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി മുമ്പ് നടത്തിയ പ്രസ്താവനകൾ, പ്രസംഗങ്ങൾ, അതിൻ്റെയൊക്കെ വീഡിയോ ശേഖരങ്ങളും അവരുടെ വാരികൾ പ്രസിദ്ധീകരിച്ച അവരുടെ എഴുത്തുകളും ഒക്കെ തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അത്ര വിമർശനം ഉന്നയിക്കുന്നത്. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ UDFിലേക്ക് ഇല്ല കാന്തപുരം വിഭാഗം എന്നുള്ളത് പറയാതെ പറഞ്ഞു വെക്കുന്നതാണ് ഇപ്പോൾ ഉയർത്തുന്ന ഈ വിമർശനങ്ങൾ എന്ന അർത്ഥത്തിൽ യാതൊരു സംശയമില്ല. മുമ്പും പല കാലത്തും LDFുമായി ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് പോകുന്ന നിലപാട് സ്വീകരിച്ചിരുന്ന വിഭാഗം കൂടിയാണ് കാന്തപുരം വിഭാഗം. പ്രത്യേകിച്ച് അരിവാൾ സുന്നികൾ എന്നിവരെ വിളിപ്പേര് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം മലപ്പുറത്തും പൊന്നാനിയിലുമടക്കം പല മണ്ഡലങ്ങളിലും ശക്തമായ ഒരു പിന്തുണ കാന്തപുരം വിഭാഗത്തിൻ്റെ UDFിന് ലഭിച്ചു എന്നുള്ള വിലയിരുത്തൽ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് ലഭിച്ചു എന്നൊരു വിലയിരുത്തൽ UDF നേതൃത്വത്തിന് ലീഗിനുമുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ നിൽക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ പൂർണ്ണമായും ഇടതുപക്ഷ സ്വഭാവത്തിൽ നിന്നും മാറ്റം വരുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് വീണ്ടും നിലമ്പൂരിൽ UDFിന് പരസ്യമായി തള്ളിപ്പറയുന്നൊരു സാഹചര്യത്തിലേക്ക് കാന്തപുരം വിഭാഗം എത്തിയിരിക്കുന്നത്. റിസാലിലടക്കം അവരുടെ SYSന്റെ സംസ്ഥാന തലത്തിലാണെങ്കിലും പ്രാദേശിക തലത്തിലാണെങ്കിലും ഒക്കെ തന്നെ അത്ര വിമർശനം ഉയരുന്നത് ആ ഘട്ടത്തിൽ കൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി വി.ഡി. സതീശൻ നടത്തിയ പ്രസ്താവനയാണ് അങ്ങേയറ്റം വിമർശന വിധേയമാക്കാൻ ഇപ്പോൾ കാന്തപുരം വിഭാഗം ശ്രമിക്കുന്നതും. സ്മൃതി, ശരി. അഷ്കർ അലിയാണ് ഈ വിവരങ്ങൾ നൽകിയത്.